ചവിട്ടിക്കൊന്നിട്ട് ആ പിഞ്ചു കുഞ്ഞിനെ പറ്റി വീണ്ടും തിരക്കുന്നത് എന്തിനാ? പഴയ പല ഓർമ്മകളും നകുലനെ തിരഞ്ഞെത്തി. കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. നകുലൻ ലക്ഷ്മി അവിടെയുള്ള കാര്യം മറന്നുപോയിരുന്നു. തൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ സ്നേഹിക്കുന്നത് കാണുന്ന ഭാര്യയുടെ ഉള്ളിലെ വിഷമം അവൾ അനുഭവിച്ചു. വർഷങ്ങൾക്ക് മുൻപ് നന്ദിനി അനുഭവിച്ച അതേ വേദന. നകുലൻ ലക്ഷ്മിയെ ഒന്ന് നോക്കി. നീ നീ കാരണമാണ്, നകുലൻ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഇതേ സമയം രാത്രി എങ്ങനെയൊക്കെ കിടന്നിട്ടും ഗൗരിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൾ ക്ലോക്കിലേക്കൊന്ന് നോക്കി. 12 മണി കഴിഞ്ഞല്ലോ. പുള്ളിക്കാരൻ ഉറങ്ങിയോ ആവോ? അവൾ ഫോണെടുത്തുകൊണ്ട് നെഞ്ചിലേക്ക് വെച്ചു. അല്ലെങ്കിൽ വേണ്ട, വിളിക്കണ്ട, പോയി നോക്കാം. അവൾ പതിയെ റൂമിൽ നിന്നും ഇറങ്ങി ദേവൻ്റെ റൂമിലേക്ക് നടന്നു. പതിയെ ഒന്ന് കൊട്ടി. പെട്ടെന്ന് തന്നെ ദേവൻ വാതിൽ തുറന്നു. ആ, ആരിത്? എൻ്റെ ഭാര്യയോ? വരൂ ഭാര്യയെ. അല്ല, എന്താ ഈ നേരത്ത്? ദേവൻ ഒരു ചിരിയോടെ തിരക്കി. എനിക്ക് ഉറക്കം വരുന്നില്ല, ഒരു കുറുമ്പോടെ അവൾ പറഞ്ഞു. ആണോ? ഞാൻ വേണോ ഉറങ്ങാൻ? അയ്യടാ, അതൊന്നുമല്ല, കുറച്ചു നേരം സംസാരിച്ചിരിക്കാൻ തോന്നി, അതാ വന്നത്. ദേവൻ വാതിലിൻ്റെ ലോക്കിട്ടു. പറ, എൻ്റെ ഭാര്യയ്ക്ക് പറയാനുള്ളത് മുഴുവൻ പറ. അവൾ എന്ത് പറയണമെന്നറിയാതെ തല താഴ്ത്തി. ദേവൻ അവളുടെ പിന്നിലൂടെ അവളെ ചേർത്ത് പിടിച്ചു. പതിയെ അവളുടെ ചെവിയിൽ പറഞ്ഞു. സത്യം പറ, നിനക്കെന്നെ മിസ് ചെയ്തിട്ട് വന്നതല്ലേ? അവളൊന്ന് മൂളി. അപ്പോൾ മിസ്സിസ് ദേവൻ, നിങ്ങളെ ഞാൻ എൻ്റെ ബെഡിലേക്ക് ക്ഷണിക്കുന്നു. ദേവൻ AC-യുടെ തണുപ്പൊന്ന് കൂട്ടി. എൻ്റെ പ്രിയ ഭാര്യയെ, പുറത്ത് നല്ല മഴയുണ്ട്, നല്ല തണുത്ത റൂമും. അപ്പോൾ അവളൊരു പരുങ്ങലോടെ ചോദിച്ചു. അപ്പോൾ നീ എൻ്റെ ഞാൻ? ഒരു ഞെട്ടലോടെ അവൾ ദേവനെ തന്നെ നോക്കി. നീ എൻ്റെ? ദേവൻ നിർത്തി നിർത്തി പറഞ്ഞു. എൻ്റെ ഭാര്യ ഇങ്ങ് അടുത്ത് വന്നേ. ദേവൻ അവളെ വലത് കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അവനിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ കൈക്കുള്ളിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൾ ഒതുങ്ങി നിന്നു. അവൻ്റെ വലിയ വിരിഞ്ഞ നെഞ്ചിൽ അവൾ കൈകൾ വെച്ചു. അവളുടെ മുഖം അവൻ്റെ നെഞ്ചിൻ്റെ ചൂടറിഞ്ഞു. ഒരു ചെറിയ ട്രൗസർ മാത്രമായിരുന്നു അവൻ്റെ വേഷം. അവളുടേതാകട്ടെ നൈറ്റ് ഡ്രസ്സും. ദേവൻ അവളെ വാരിയെടുത്തുകൊണ്ട് ബെഡിലേക്ക് കിടത്തി. അവൾ ആകെ പരിഭ്രാന്തിയിൽ അവനെ തന്നെ നോക്കി. നിങ്ങൾ എന്തു ചെയ്യാൻ പോകുക? അവൾ ചോദിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയെ ഇങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. ഇന്ന് നമുക്ക് നമ്മുടെ ആദ്യ രാത്രി ആഘോഷിച്ചാലോ? നീ എന്തു പറയുന്നു? അവൾ നാണം കൊണ്ട് കണ്ണുകൾ അടച്ചു. ദേവൻ അവളുടെ ശരീരത്തിലേക്ക് അമർന്നു കിടന്നു. അവൻ്റെ ശരീരത്തിൻ്റെ ചൂട് അവളെ ശ്വാസം കൊള്ളിച്ചു. അവൻ്റെ ശരീരത്തിലൂടെ പുതപ്പിനെ വലിച്ചിട്ടുകൊണ്ട് ദേവൻ അവളുടെ നൈറ്റ് ഡ്രസ്സിൻ്റെ ബട്ടൺ അഴിച്ചു തുടങ്ങി. അവൾ വന്നത് എന്തിനാണെന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു. പെട്ടെന്നാണ് ദേവൻ്റെ ഫോൺ റിങ് ചെയ്തത്. ഓ ഷിറ്റ്! ദേഷ്യം കൊണ്ട് ദേവൻ ഫോൺ എടുത്തു. മറുവശത്തു നിന്നും ഗൗരിയുടെ അമ്മയാണ്. പെട്ടെന്ന് നാട്ടിലേക്ക് എത്താൻ പറഞ്ഞുകൊണ്ട് അമ്മ വലിയ കരച്ചിലായിരുന്നു. ദേവൻ ഗൗരിയെ പറഞ്ഞ് മനസ്സിലാക്കി. അന്ന് രാത്രിയിലെ തന്നെ ഫ്ലൈറ്റിൽ അവർ നാട്ടിലേക്കെത്തി. അവിടെ വർഷ ഹോസ്പിറ്റലിൽ അച്ഛനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കരഞ്ഞു തളർന്നു നിൽക്കുന്ന അമ്മയെ കണ്ടതും ഗൗരി ഓടിച്ചെന്നു. എന്താ അമ്മേ, എന്താ? മോളെ, അച്ഛൻ. എന്താണെന്ന് പറയമ്മേ. അച്ഛൻ അല്പം സീരിയസ് ആണ്. അറിയാതെ അവളുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു. താൻ ജീവിതത്തിൽ വെറുക്കുന്നത് അദ്ദേഹത്തെയാണ്. എന്നിട്ടും എന്തോ അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഗൗരി അവിടേക്ക് മാറിയിരുന്നപ്പോൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ അടുത്തിരുന്നു. ഗൗരി. ആ. മുഖം താഴ്ത്തിക്കൊണ്ട് ഗൗരി അങ്ങനെയിരുന്നു. വിഷമിക്കില്ലേ ഗൗരി, ഞാനില്ലേ കൂടെ. ദേവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പെട്ടെന്നാണ് നേഴ്സ് പുറത്തേക്ക് വന്നത്. മേഡം, ഈ ബ്ലഡ് പെട്ടെന്ന് കിട്ടണം. ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്കില്ല. എത്രയും പെട്ടെന്ന് ബ്ലഡ് വേണം. നന്ദിനി നിറകണ്ണുകളോടെ അതും കയ്യിൽ പിടിച്ചു നിന്നു. ദേവൻ അടുത്തേക്ക് വന്നു. നന്ദിനിയുടെ കയ്യിലുള്ള ബ്ലഡ് വാങ്ങാനുള്ള ലിസ്റ്റ് അവൻ വാങ്ങി. ഓ, ഇത് O നെഗറ്റീവ് ആണല്ലോ. ഈ ബ്ലഡ് കിട്ടാനും പ്രയാസം തന്നെയാണ്. മോനെ, വേറെ ബ്ലഡ് ഗ്രൂപ്പ് പറ്റില്ലേ? ഇല്ല, ഇത് O നെഗറ്റീവ് ആയതുകൊണ്ട് ഈ ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. ഗൗരി തലതാഴ്ത്തി തന്നെ ഇരുന്നു. അമ്മേ, എന്തായി? പെട്ടെന്നാണ് നന്ദിനിക്ക് നേരെ വന്ന് അനന്യ ചോദിക്കുന്നത് ദേവൻ ഒരു ഞെട്ടലോടെ കണ്ടത്. മോളെ, ഏതോ റെയർ ബ്ലഡാണ് അച്ഛനെന്നാ പറയുന്നത്. എവിടെ നിന്നും കിട്ടുമെന്ന് ഒരു വശവുമില്ല.
ഏതാ ആ ബ്ലഡ്? അവൾ നേരെ മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കിയതും അമ്പരന്ന് പോയി. ദേവൻ. അവൾ പതിയെ മന്ത്രിച്ചു. ഇവളെന്താ ഇവിടെയെന്ന് തന്നെയായിരുന്നു ദേവനും. ഓ നെഗറ്റീവാണ് ബ്ലഡ് ഗ്രൂപ്പ്. പെട്ടെന്നാണ് കഞ്ഞിയും വാങ്ങി ലക്ഷ്മി അങ്ങോട്ടേക്ക് എത്തുന്നത്. പരിചയമുള്ള ശബ്ദങ്ങൾ ഗൗരിയെ അസ്വസ്ഥമാക്കി. അവൾ തലയുയർത്തി. തനിക്ക് മുന്നിൽ പരസ്പരം എന്തു ചെയ്യുമെന്ന് പറഞ്ഞു നിൽക്കുന്ന അനന്യയെയും അവളുടെ അമ്മയെയും നന്ദിനിയെയും നിൽക്കുന്നതാണ് കണ്ടത്. ആദ്യം ഒന്നും മനസ്സിലായില്ല. പെട്ടെന്നാണ് തൻ്റെ അടുത്തേക്ക് ലക്ഷ്മി വന്നത്. മോളെ. അവളുടെ തോളിൽ നിറകണ്ണുകളോടെ തൊട്ടുകൊണ്ട് വിളിച്ചു. അവൾ തലയുയർത്തിക്കൊണ്ട് ലക്ഷ്മിയെ നോക്കി. മോളെന്താ മാറിയിരിക്കുന്നത്? അപ്പോഴാണ് ഗൗരിയും വന്നിട്ടുണ്ട് എന്ന് അനന്യ കണ്ടത്. ഗൗരി, നീയെന്താ? അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? അനന്യ സംശയത്തോടെ തിരക്കി. ICUവിൻ്റെ ഉള്ളിൽ എൻ്റെ അമ്മയുടെ ഭർത്താവാണുള്ളത്. ഒരു ബന്ധവുമില്ലാത്ത പോലെ ഗൗരി പറഞ്ഞു നിർത്തി. അനന്യയ്ക്ക് ഒരു ഞെട്ടൽ അനുഭവപ്പെട്ടു. അച്ഛൻ? അതെ. ആരുടെയും മുഖത്തേക്ക് നോക്കാതെ അവൾ പറഞ്ഞു. ലക്ഷ്മി അവളെ കെട്ടിപ്പിടിച്ചു. മോളെ, ഈ അമ്മയോട് നീ ക്ഷമിക്ക്. നീ അച്ഛനെ ഒന്ന് ചെന്ന് കാണും മോളെ. ബോധം പോകുമ്പോൾ പോലും നിന്നെയാ തിരിഞ്ഞത്. ഗൗരി കേൾക്കാത്ത പോലെ ഇരുന്നു. ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ ദേവൻ ബ്ലഡ് തപ്പി. എന്നാൽ റയർ ബ്ലഡ് ആയതുകൊണ്ട് കിട്ടിയില്ല. അവസാനം തളർന്ന ദേവൻ ഗൗരിയുടെ അടുത്തിരുന്നു. ഗൗരി, എനിക്ക് നിന്റെ ഫാമിലിയൊന്നും അറിയണ്ട. പകരം നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നൊന്ന് പറയൂ? ദേവൻ നിസ്സഹായതയോടെ ചോദിച്ചു. അവൾ ദേവനെ നോക്കി. പറ ഗൗരി, നീ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? അച്ഛനെ രക്ഷിക്കണ്ടേ? ഓ നെഗറ്റീവ്. ദേവനും ചുറ്റിൽ നിന്നവരും അത് കേട്ട് ഞെട്ടി. എന്നിട്ടാണ് ഗൗരി ഇത്രയും നേരം മിണ്ടാതിരുന്നത്? പിന്നീട് ഗൗരി ഒന്നും മിണ്ടിയില്ല. വാ, എഴുന്നേക്ക്. നിന്റെ ബ്ലഡ് കൊടുക്കാൻ നോക്കാം. ദേവൻ ഗൗരിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കാൻ നോക്കി. ഗൗരി, എഴുന്നേക്ക്. നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. അച്ഛന് ബ്ലഡ് വേണം. അവൾ നിറകണ്ണുകളോടെ ദേവനെ നോക്കി. എൻ്റെ ബ്ലഡ് ഞാൻ കൊടുക്കില്ല. ഒരു ഞെട്ടലോടെ ചുറ്റും നിന്നവർ അവളെ തന്നെ നോക്കി. പെട്ടെന്നാണ് അവളുടെ കാൽക്കൽ അനന്യ വന്ന് വീണത്. സങ്കടം സഹിക്കവയ്യാതെ അനന്യ പൊട്ടിക്കരഞ്ഞു. ഞാനൊരു ദുഷ്ടയാണ്. പക്ഷേ എൻ്റെ അച്ഛനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നന്ദിനി അമ്മയുടെ വയറ്റിൽ പിറന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ നിന്റെ സ്വന്തം രക്തമാണ്. എങ്കിൽ നീ കൊടുക്ക അദ്ദേഹത്തിന് രക്തം. നന്ദിനി തളർന്ന് ഗൗരിയുടെ അടുത്ത് വന്നിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അത് നിന്റെ അച്ഛനാണ് ഗൗരി. എങ്ങനെ പറയാൻ തോന്നുന്നു അമ്മയ്ക്കിത്? പെരും മഴയുള്ള രാത്രി പുറത്താക്കിയത് പോരാഞ്ഞിട്ട് ഉള്ള കുഞ്ഞിനെയും ചവിട്ടിക്കൊന്നു. എന്നിട്ട് അമ്മയ്ക്ക് അദ്ദേഹത്തിനോട് ഇപ്പോഴും സ്നേഹമാണോ? നന്ദിനിക്ക് അവളോട് പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. മോളെ, നിന്റെ അച്ഛനല്ല തെറ്റ് ചെയ്തത്, ഞാനാണ്, ലക്ഷ്മി പറഞ്ഞു. എല്ലാവരും അവളുടെ മറുപടിക്കായി കാത്തു നിൽക്കുകയാണ്. അനന്യ അവളുടെ കാൽക്കൽ വീണു. ഗൗരി, നീ എന്നെ വിഷമിപ്പിക്കരുത്. എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുള്ള കാര്യം നിനക്കറിയുന്നതല്ലേ? സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൗരി. നീ എഴുന്നേറ്റ് അച്ഛന് ബ്ലഡ് കൊടുക്ക്. ദേവൻ അവളുടെ ഇരു തോളുകളിലും കൈവച്ചു. ഗൗരി, എഴുന്നേക്ക്. ഒടുവിൽ ഗൗരി ബ്ലഡ് നൽകാമെന്ന് പറഞ്ഞു. രക്തദാനത്തിന് മുന്നേയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തു. അരമണിക്കൂറിന് ശേഷമാണ് ബ്ലഡ് എടുക്കാൻ വേണ്ടി ഗൗരിയെ റൂമിലേക്ക് കൊണ്ടുപോയത്. ബ്ലഡ് നൽകി ഗൗരി കുറച്ച് വിശ്രമത്തിലായി. ഒരു ചെറിയ മയക്കത്തിനിടയിലാണ് തൻ്റെ കൈ ആരോ പിടിക്കുന്നത് തോന്നിയത്. ഗൗരി പതിയെ കണ്ണുകൾ തുറന്നു. തൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് തേങ്ങിക്കരയുകയാണ് അനന്യ. നീ ആരാണെന്നറിയാതെ നിന്നെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. നീ എൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ചില്ലെങ്കിലും നീ എൻ്റെ സ്വന്തം ചേച്ചിയല്ലേ. നമ്മൾ രണ്ടുപേരും ഒരച്ഛൻ്റെ മക്കളാണ്. അനന്യ ഗൗരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. അത് തന്നെ വലിയ കാര്യമാണ്. ഇനി എനിക്ക് ഒന്നറിഞ്ഞാൽ മതി. എന്താ അറിയേണ്ടത്? അനന്യ തിരക്കി. ഈ കുഞ്ഞ് ആരുടേതാണ് എന്ന്. അനന്യയുടെ കണ്ണിലെ വെപ്രാളം ഗൗരിക്ക് മനസ്സിലായി. പറ, ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ദേവനല്ല എന്ന് എനിക്ക് മനസ്സിലായി. നീ സത്യം പറയാതെ ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല അനന്യ. ഇനി നിനക്ക് ദേവനെ വേണമെങ്കിൽ ഞാൻ വിട്ടുതരാം. പക്ഷേ ഈ കുഞ്ഞ് ആരുടേതാണെന്ന് നീ പറയണം. അവളുടെ ഉമിനീരിറക്കുന്ന ഒച്ച വരെ ഗൗരിക്ക് കേൾക്കാമായിരുന്നു. നീയെന്താ ഒന്നും മിണ്ടാത്തത്? ഗൗരി, അത് പിന്നെ തപ്പിത്തടഞ്ഞുകൊണ്ട് അനന്യ പറയാൻ തുടങ്ങി. ഈ കുഞ്ഞ്. പെട്ടെന്നാണ് ആ റൂമിലേക്ക് ദേവൻ കടന്നു വന്നത്. അനന്യയുടെയും ഗൗരിയുടെയും സംസാരത്തിനിടയ്ക്ക് വന്നതുകൊണ്ട് തന്നെ അനന്യയ്ക്ക് കാര്യങ്ങൾ മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഗൗരി, ഇപ്പം എങ്ങനെയുണ്ട്?
ദേവൻ അവളുടെ നെറ്റിയിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു. ചെറിയൊരു ക്ഷീണമുണ്ട്. കുറച്ചധികം ബ്ലഡ് എടുത്തതല്ലേ? കഴിക്കാൻ എന്തെങ്കിലും വേണോ? ദേവൻ ചോദിച്ചു. ഇപ്പോൾ ഒന്നും വേണ്ട. അച്ഛൻ്റെ വിവരം എന്തെങ്കിലും അറിഞ്ഞോ? കുറച്ചുകൂടി വൈകിയിരുന്നുവെങ്കിൽ. ദേവൻ പറഞ്ഞു നിർത്തി. ഞാൻ ബ്ലഡ് തരില്ലെന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ദേ ഈ പെണ്ണിൻ്റെ കരച്ചിൽ കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നതാ. വിളറി വെളുത്തിരുന്ന അനന്യയെ നോക്കിക്കൊണ്ട് ഗൗരി പറഞ്ഞു. അങ്ങനെ നിനക്കൊരു അനിയത്തിയും അമ്മയെയും കിട്ടി അല്ലേ ഗൗരി? ദേവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഗൗരിക്കും ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. അച്ഛന് മക്കളുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ അത് ഇവളാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഗൗരി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കോ? എനിക്ക് കുറച്ചു നേരം സംസാരിക്കണം. ആരുമായി? ഞാനും അനന്യയും ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് നിങ്ങൾ വന്നത്. ഓ, ചേച്ചിയുടെയും അനിയത്തിയുടെയും സംസാരത്തിനിടയ്ക്ക് ഞാനൊരു കട്ടുറുമ്പായി അല്ലേ? ഞാൻ പോകുവാണ്. ദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ അടുത്തേക്കിരിക്കുക അനന്യ, ഗൗരി പറഞ്ഞു. അനന്യ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. ഇനി പറ, ഈ കുഞ്ഞ് ആരുടേതാണ്? പറ. അനന്യ ഒരു ദീർഘനിശ്വാസം വലിച്ചു വിട്ടു.